പനച്ചിക്കാട് കൊച്ചയ്യപ്പൻ എന്ന പേരിൽ നിർമ്മിച്ച ആനശില്പത്തിന്റെ സഹായത്തോടെ ജീവിതം തന്നെ മാറ്റിമറിച്ച കഥയാണിത്. പള്ളം ബ്ലോക്കിലെ പനച്ചിക്കാട് പഞ്ചായത്തിലാണ് ദീപയുടെ വീട്. ബികോം ബിരുദമുണ്ടെങ്കിലും കുഞ്ഞുങ്ങളെ നോക്കാനായി ദീപ വീട്ടിൽ തന്നെ. ഭർത്താവിന്റെ ചെറിയ കാർപ്പന്റർ ജോലിയാണ് ഏക വരുമാനം. കോവിഡ് മൂലം സ്ഥിര വരുമാനമില്ലാത്തതോടെ കുടുംബജീവിതം പ്രതിസന്ധിയിലായി. ഒരു മാറ്റത്തിനായി ദീപ ആലോചിക്കുമ്പോഴാണ് നാട്ടിലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിൽ കരിമ്പട ഉപയോഗിച്ച് തയ്യാറാക്കിയ ആനയുടെ മാതൃക കണ്ണിൽപ്പെടുന്നത്. ഭർത്താവ് ഹരിക്ക് ആനക്കമ്പം കൂടുതലായതുകൊണ്ട് തന്നെ അത് തന്നെ ജീവിതമാർഗമാക്കിയാലോ എന്നായി ആലോചന. ആനശില്പ നിർമ്മാണം ദീപ തിരഞ്ഞെടുക്കുന്ന വഴിയായി. സിമന്റ്, പാരീസ്, കമ്പി, ചണച്ചാക്ക്, ഫോം എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കിയ ആ ആനയ്ക്ക് അവർ നൽകിയ പേരാണ് പനച്ചിക്കാട് കൊച്ചയ്യപ്പൻ. എൻ്റെ പേര് ദീപ. ഇവിടെ പനച്ചിക്കാട് ആണ് താമസിക്കുന്നത്. ഞങ്ങൾ രണ്ടുപേരുടെയും ഒന്നിച്ചെടുത്ത സംരംഭമാണ് മൈനാർട്സ് എന്ന പേര് സ്റ്റാർട്ട് ചെയ്തൊരു എലിഫന്റ് റോബോട്ടിക് ആനയാണ്. നമുക്കിവിടെ കുടുംബശ്രീയിൽ നിന്ന് കിട്ടിയ സഹായത്താലാണ് നമ്മളിത് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യ ഉത്സവങ്ങൾക്കും ഘോഷയാത്രകൾക്കും അതുപോലുള്ള പരിപാടികൾക്കൊക്കെ നമ്മൾ ഈ റോബോട്ടിക് ആനയെ ഇറക്കാറുണ്ട്. കുടുംബശ്രീയുടെ ഇടപെടലിലൂടെ 2 ലക്ഷം രൂപയുടെ സഹായം ലഭിച്ചു. വെല്ലുവിളികൾ കടന്ന് ആനയുടെ നിർമ്മാണം പൂർത്തിയായി. ഉദ്ഘാടനങ്ങൾ, ആഘോഷങ്ങൾ എവിടെയും പനച്ചിക്കോട് കൊച്ചയ്യപ്പൻ വൻ ശ്രദ്ധ നേടി. ദീപയ്ക്കും ഭർത്താവിനും സ്ഥിര വരുമാനം. ഇന്ന് 4 കുടുംബങ്ങൾക്ക് തൊഴിലും. ദീപയുടെ സൃഷ്ടിപരമായ ഒരാശയം, കുടുംബശ്രീയുടെ പിന്തുണ, അതിനെ വിജയമാക്കി മാറ്റിയ കൂട്ടായ പ്രയത്നം. ഞാനൊരു മികച്ചൊരു ആനപ്രേമിയാണ്. ആനയോടുള്ള വളരെ ഇഷ്ടം കൂടുതലുള്ള ഒരാളാണ്. അങ്ങനെ ഒരു നിർമ്മാണത്തിനായിട്ട് ഞാൻ വീട്ടിലൊരു ആന എന്നുള്ള രീതിയിൽ നിർമ്മിച്ചെടുത്തതാണ്. ഒരിക്കലും ഇത് വെളിയിൽ ഇങ്ങനെ പരിപാടികൾ കൊണ്ടുപോകണമെന്നോ അങ്ങനെയുള്ള ഒരു ആഗ്രഹത്തോടൊന്നും നിർമ്മിച്ചതല്ല. കാരണവശാൽ നമ്മുടെ സുഹൃത്തുക്കളും എല്ലാവരും പിന്നീട് ഇത് ഒരാവശ്യമാണ്, സമൂഹത്തിൽ ഇങ്ങനെ പരിപാടികൾക്ക് നമുക്ക് കൊണ്ടുപോകാം എന്നിങ്ങനെ പറയുകയും നമ്മൾ കുടുംബശ്രീ വഴി നമുക്കുള്ള ധനസഹായം ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങളിത് വെളിയിലേക്ക്, ഈ സാധനത്തിനെ വെളിയിലേക്ക് ഇറക്കിയതും. ഇതൊരു ജീവിതം മാത്രമല്ല, ഒരു സമൂഹത്തിന് വഴികാട്ടി കൂടിയാണ്.